കൊണ്ട് ഈ അമ്മമാർക്ക് അങ്ങയുടെ ഒരു സ്നേഹ സന്ദേശം നൽകണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട അമ്മമാരെ, ഹൃദയം നിറഞ്ഞ സ്നേഹമാണ് സമ്മാനിക്കുന്ന അമ്മമാർക്കായി അങ്ങയുടെ ഒരു വാക്ക് സന്ദേശം കൂടി എന്നിട്ട് അച്ഛന്മാരുടെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടത്. ക്യാമറ ടീം ഒന്ന് കുറച്ച് ബാഗിട്ട് വരും, ഇങ്ങനെ കൂടി നിൽക്കല്ലേ. നമുക്കായി സമ്മാനിക്കുന്നു. മൊബൈൽ Happy Christmas to all. ക്രീം കൂടുതലാ. എന്ന് വെച്ചിട്ട് ആൾക്കാർ നല്ല ബിൽഡിങ്ങുകൾ വിചാരിച്ചിട്ട് അച്ഛന്മാരെയും അമ്മമാരെയും തള്ളിവിടുന്ന ഒരു പ്രവണത ഇപ്പോൾ അത് കൂടുകയാണ്. ആയുർവേദത്തിൽ സോമരാജസ്വാമി പറയാനുള്ളത് നിങ്ങൾ വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മക്കളില്ലാത്തവരെ. മക്കൾ തള്ളിവിടുന്നവരെ നിങ്ങൾ എടുക്കരുത്. അവർക്ക് ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ വേണ്ടി. പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടരുത്, അവരെ ദുഃഖം അനുഭവിപ്പിക്കരുത്. അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. ഞാൻ കൂടാൻ പറയുന്നു, വാലിദേവിന്റെ സ്ഥാനമാണ്. മാതാപിതാക്കളോട് കരുണ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ തള്ളിവിടാതിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇത് മാതാപിതാ ഗുരുദേവേ എന്നാണ് ഹൈന്ദവ സഹോദരങ്ങളും പഠിക്കുന്നത്. അതിൻ്റെ കഥകളുണ്ട്. ഇന്ത്യാത്മ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കുകയാണ്. ഒരുപാട് പിതാ രണ്ടു വരം കൊടുത്തിരിഞ്ഞ എൻ്റെ പിതാവ് വരം കൊടുത്ത കാര്യം ഞാൻ കാട്ടിലേക്ക് പോകണം. അത് ഭഗവാൻ ശ്രീരാമൻ. അതാണ് വനവാസത്തിന് പോകാൻ കാരണം. എൻ്റെ പിതാവായ സൂര്യഭഗവാൻ കൊടുത്ത കവചകുണ്ടലങ്ങൾ തൻ്റെ മാതാവായ കുന്തിദേവിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ട് നടത്താറുണ്ട്. അതൊക്കെയാണ് ഹിന്ദു പുരാണങ്ങളിൽ, ഹിന്ദു ആചാരങ്ങളിലും ഭഗവത്ഗീതയിലും രാമായണത്തിലൊക്കെ പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞു, രാമായണത്തിലും ഗീതയിലും പറഞ്ഞു, ബൈബിളിലും പറഞ്ഞു. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ, അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ ബിൽഡിംഗ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആരോഗ്യത്തോടു കൂടി ആയുസ്, ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ആരോഗ്യത്തോടു കൂടി ആയുസ് ദൈവം കൊടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.